സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. ആവർത്തന പുസ്തകം അധ്യായം 11, 18, 19 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ എൻ്റെ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ആവർത്തന പുസ്തകം 11, 18, 19 വാക്യങ്ങളിൽ ദൈവമായ യഹോവ അവിടുത്തെ ദാസനായ മോശ വഴി ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞ നാളുകളിൽ നൽകിയ തിരുവചനങ്ങളെ വീണ്ടും ആവർത്തിച്ച് ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് ഓർപ്പിക്കുന്ന ഉപദേശമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ആവർത്തന പുസ്തകത്തിൻ്റെ ഇതിവൃത്താന്തം അതുതന്നെയാണ്. കഴിഞ്ഞ നാളുകളിൽ നൽകിയ തിരുവചനങ്ങളെ ഒന്നുകൂടെ ആവർത്തിച്ച് നൽകുക. ആവർത്തന പുസ്തകത്തിലെ പല ഉപദേശങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും ലേവ്യ പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലുമൊക്കെ നൽകിയതാണ്. അതിനെ ഒന്നുകൂടെ ഉറപ്പിച്ച് നൽകുന്നതാണ് ആവർത്തനം. ഇവിടെ ദൈവം അവരോട് പറയുന്നത്, ഈ ഞാൻ നിങ്ങൾക്ക് നൽകിയ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിക്കണം. നിങ്ങളുടെ കയ്യിൽ അതുണ്ടായിരിക്കണം. നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ അത് പട്ടമായിരിക്കണം. കൂടാതെ വീട്ടിൽ യാത്രയിൽ കിടക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ ആ തിരുവചനങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയും വേണമെന്നാണ്. എന്തുകൊണ്ടായിരിക്കും ദൈവം ഇപ്രകാരം ഈ വചനങ്ങളെക്കുറിച്ച് ഇത്രയും ഗൗരവമായി പറയുവാനിടയായത്? അതേ പ്രിയമുള്ളവരെ, ഈ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. യേശു മർക്കോസ് സുവിശേഷത്തിന് പ്രകാരം പറയുവാനിടയായി, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ടല്ലോ തെറ്റിപ്പോകുന്നതാണ്. അതെ, ദൈവവചനം അറിയാഞ്ഞാൽ നാം തെറ്റിപ്പോകുവാനിടയാവും. അതുകൊണ്ടാണ് ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തിന് ഈ കൽപ്പന കൊടുത്തത്, നിങ്ങൾ തെറ്റിപ്പോകാതിരിപ്പാൻ. നിങ്ങൾ ഈ വചനങ്ങളെ നിങ്ങളുടെ ദേഹി ആത്മാവിൽ സ്വീകരിക്കുകയും ഒപ്പം നിങ്ങളുടെ തലമുറയ്ക്ക് കൈമാറുകയും വേണമെന്ന്. അങ്ങനെ നാം ചെയ്താൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറയ്ക്കും ഈ വചനം ജീവിപ്പിക്കുന്ന ആത്മാവായി മാറും എന്നുള്ളതാണ്. ചാൾസ് എന്ന ഒരു ബാലന് 12-ാം വയസ്സിൽ മാതാപിതാക്കൾ വിദേശത്ത് നിന്ന് ഒരു സമ്മാനം അയച്ചു. ഒരു ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിലിരുന്ന് ആ സമ്മാനപ്പൊതി തുറക്കുമ്പോൾ ചാൾസിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ബൈക്ക് എന്ന സ്വപ്നമായിരുന്നു. എന്നാൽ ആ സമ്മാനപ്പൊതി തുറന്നപ്പോൾ ലഭിച്ചത് ഒരു ഡിക്ഷണറി ആയിരുന്നു, അഥവാ ഒരു നിഘണ്ടു ആയിരുന്നു. അവൻ അല്പമായി നിരാശപ്പെട്ടെങ്കിലും പഠനം തുടർന്ന് ഏവിയേഷനിൽ പഠനം തുടരുവാനും ഡിഗ്രിയും ബിരുദാനന്തര ബിരുദങ്ങളെല്ലാം എടുത്ത് ഒരു പൈലറ്റായി മാറി തൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാനിടയായി. ഒരു 60 വർഷങ്ങൾക്ക് ശേഷം അവൻ ആ നിഘണ്ടു തൻ്റെ കൊച്ചുമക്കൾക്ക് കൈമാറുവാനും ഇടയായി.
എന്നിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ ഒരു ക്രിസ്മസിന് എനിക്ക് നൽകിയ സമ്മാനമാണ് ഈ നിഘണ്ടു. ഞാനിന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ച് ഇത്രത്തോളം ഉയരുവാൻ ഈ നിഘണ്ടു എന്നെ സഹായിച്ചു എന്ന്. ഓർക്കുക പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ ഭൗതിക നന്മകൾ പ്രാപിക്കുവാൻ മാതാപിതാക്കൾ കൊടുത്ത ഒരു ഗിഫ്റ്റ് അത്രത്തോളം ആ മനുഷ്യന് പ്രയോജനപ്പെട്ടുവെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നമുക്ക് എഴുതി നൽകിയ ഈ തിരുവചനം അഥവാ ബൈബിൾ, അത് നാം കേട്ടതുപോലെ സ്വീകരിക്കുകയും നമ്മുടെ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്താൽ എത്ര വലിയ അനുഗ്രഹങ്ങളായിരിക്കും നമുക്കും നമ്മുടെ തലമുറയ്ക്കും ലഭിക്കുവാനിരിക്കുക. ആമേൻ, ആമേൻ.